ചെങ്ങായിമറ നമ്മളെ നാട്ടിലെ ചാണക സംഖ്യയിലുണ്ടല്ലോ, അമ്പലങ്ങളായ അമ്പലങ്ങളും എന്തിന് ശ്രീരാമന്റെ മാലയും വളയടക്കണ്ടല്ല അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നിട്ട് ഇത്രയും വലിയ തെണ്ടിത്തരം ചെയ്തിട്ടും കുറെ ചാണകങ്ങൾ വന്നിട്ടുണ്ടല്ല ചാനലിരുന്ന് അതിനെ ന്യായീകരിച്ച് മെഴുകിയെന്ന്. നിങ്ങൾ നോക്കി ഒരു 10-15 വർഷം കഴിഞ്ഞ ചാണക സംഖ്യകള് ഈ കളവിന് എന്താ പറയാന്നറിയാം. ഇതൊക്കെ കട്ടതുണ്ടല്ല മുസ്ലിങ്ങളാണെന്നായിരിക്കും ഈ ചാണക സംഖ്യകൾ പറഞ്ഞുണ്ടാക്കുക. ഞാനിത് വെറുതെ തമാശക്ക് പറഞ്ഞതല്ല, സത്യങ്ങളും ചരിത്രങ്ങളും വളച്ചൊടിക്കലാണല്ലോ ഈ ചാണക സംഖ്യയുടെ സ്ഥിരം പരിപാടി. ഞാൻ പറയാൻ പോകുന്നതും ചാണക സംഖ്യകൾ അത്തരം വളച്ചൊടിച്ച കുറെ ചരിത്രങ്ങളെ കുറിച്ചാണ്. ചാണക സംഖ്യയുടെ ആ ചരിത്രം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ അംബിക ചേച്ചിയില്ലേ, അംബിക ചേച്ചിയാണ്. നമ്മളെ ചാണക സംഖ്യകൾ എപ്പോഴും പറയാറ് ടിപ്പു സുൽത്താനും ഔറംഗസേബാണ് നമ്മളെ അമ്പലങ്ങളും നമ്മളെ ക്ഷേത്രങ്ങളൊക്കെ തകർത്തതെന്നല്ലേ. പക്ഷെ അങ്ങനെ പറഞ്ഞ ചാണക സംഖ്യകളില്ലേ, ആ ചാണക സംഖ്യകളാണ് ഇന്നിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ തകർത്തിട്ടുള്ളത്. അതിന്റെ കണക്കങ്ങാനും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലല്ല നിങ്ങളുണ്ടല്ല ഞെട്ടി തകർന്നു പോകും. എന്തായാലും നമ്മൾ അംബിക ചേച്ചിയിടല്ല ചാണകങ്ങളിടല്ല പൊളിച്ചടുക്കിക്കൊണ്ട് അതിന്റെയൊക്കെ കണക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. RSSകാരുടെ കണക്കിൽ മലബാറിൽ ടിപ്പു സുൽത്താൻ തകർത്ത ക്ഷേത്രങ്ങളുടെ എണ്ണം 3000-ഓളം വരും. ഓരോ വർഷവും ഈ എണ്ണം വർദ്ധിച്ചു വരികയാണ്. 10 വർഷം കഴിയുമ്പോഴേക്കും സംഘപരിവാരം പരിശ്രമിച്ചാൽ തകർത്ത ക്ഷേത്രങ്ങളുടെ എണ്ണം 10,000 കടക്കാൻ പ്രയാസപ്പെടേണ്ടി വരില്ല. സംഖ്യകളുടെ കണക്കിൽ ടിപ്പു തകർത്ത ക്ഷേത്രങ്ങളുടെ മറ്റൊരു പ്രത്യേകത അതൊക്കെ 2000 മുതൽ 5000 വർഷം വരെ പഴക്കമുള്ളവയാണെന്നാണ്. പഴക്കം കൂടുന്നതിനനുസരിച്ച് വൈകാരികത ഏറി വരുമല്ലോ. ക്ഷേത്ര പുനരുദ്ധാരണമാണ് അടുത്ത പടി. നാടുനീളെ അതിനുവേണ്ടി കമ്മിറ്റികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ചില പള്ളികളും സംഘപരിവാറിന്റെ പട്ടികയിലുണ്ട്. ക്ഷേത്രം പൊളിച്ചാണ് പള്ളി കെട്ടിയതെന്നാണ് വാദം. ആ കണക്ക് കൂടി കൂട്ടിയാൽ എണ്ണം ഇനിയും ഉയരും. ഹിന്ദുവിനെ രക്ഷിക്കാൻ മറ്റാരുമില്ലാത്തതുകൊണ്ടാണ് RSSകാർക്ക് ആ പണി ചെയ്യേണ്ടി വരുന്നതെന്നാണ് സംഘപരിവാർ വാദം. ഹിന്ദുവിന്റെ രക്ഷ RSS തന്നെ. എന്നാൽ കേരളത്തിലെ ഹിന്ദുവിനെ പോലെ ഭാഗ്യവാന്മാരല്ലെന്ന് തോന്നുന്നു വടക്കൻ നാടുകളിലെ ഹിന്ദുക്കൾ. അവരെ ഉടലോടെ സ്വർഗത്തിലെത്തിക്കാൻ ബ്രഹ്മചാരികളായ സ്വയം സേവകരും അതുപോലെ തന്നെ ഒരു പ്രധാനമന്ത്രിയും ഉണ്ടെങ്കിലും പ്രശ്നം ഗുരുതരമാണ്. പ്രധാനമന്ത്രിയുടെ മൂക്കിനു താഴെയാണ് കഴിഞ്ഞ ദിവസം 1400 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം പൊളിച്ചു നീക്കിയത്. ക്ഷേത്രം പൊളിച്ചത് ഔറംഗസീബോ ടിപ്പുവോ ഒന്നുമല്ല, പ്രധാനമന്ത്രിയുടെ പാർട്ടിയായ RSS തന്നെ. ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഭരിച്ച് തുടങ്ങിയിരിക്കുമ്പോൾ RSSകാർ അവർക്ക് വിശ്രമിക്കാനൊരു മന്ദിരം പണിയുന്നതിൽ തെറ്റൊന്നുമില്ല. സ്വയം സേവകർ തങ്ങളുടെ രഥങ്ങളുമായി വരുമ്പോൾ അവ പാർക്ക് ചെയ്യാൻ ഒരു ലായം പണിയുന്നതിലും തെറ്റില്ല. അങ്ങനെ ഒരു ലായം നിർമ്മിക്കാൻ സ്ഥലം തിരഞ്ഞപ്പോഴാണ് കുഴപ്പം. ആവശ്യത്തിന് സ്ഥലം തികയില്ല. ആകെയുള്ള സ്ഥലത്ത് ഡൽഹി ജണ്ടേവാലയിലെ 1400 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, JCB കൊണ്ടുവന്ന് അതങ്ങ് പൊളിച്ചു. ചില ദരിദ്ര ഹിന്ദുക്കൾ പ്രതിഷേധിച്ചു എന്നത് സത്യം തന്നെ. എന്നാൽ കോർപ്പറേഷൻ പറയുന്നത് തങ്ങൾ ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാണ്. 1400 വർഷം മുമ്പ് നിർമ്മിച്ച ഈ ക്ഷേത്രം 1958 സ്ഥാപിച്ച കോർപ്പറേഷന്റെ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണെന്നാണ് അവരുടെ നിലപാട്. സംഖ്യകളുടെ വാദമല്ലേ, അപ്പോൾ ശരിയായിരിക്കും. ചില RSSകാർ പറയുന്നത് ഡൽഹിയിൽ 1400 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളൊന്നും ഇല്ലെന്നാണ്. കാരണം 1192 പൃഥ്വിരാജ് ചൗഹാന് ശേഷം മുസ്ലിങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും പൊളിച്ചു കളഞ്ഞത്രേ. അപ്പോൾ അതും സൗകര്യമായി. യഥാർത്ഥത്തിൽ RSSകാർ ആദ്യമായിട്ടാണോ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ പൊളിക്കുന്നത്? ചില കണക്കുകൾ പറഞ്ഞാൽ ഹിന്ദു രക്ഷകർ കോപിക്കുമോ എന്നറിയില്ല. എന്നാലും പറയാം, 75 മുതൽ 165 ക്ഷേത്രങ്ങള്, ഇത്തര ആരാധനാലയങ്ങളോ ആശ്രമങ്ങളോ ഇവർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. 2025 മാർച്ചിൽ ആന്ധ്രയിലെ നന്ദ്യാൽ ജില്ലയിലെ നല്ലമലക്കാട്ടിലെ കാശിനയന ആശ്രമവും ക്ഷേത്രവും പൊളിച്ചത് BJP നയിക്കുന്ന ആന്ധ്ര സർക്കാരാണ്. വനം വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വനനിയമത്തിന് എതിരാണത്രേ. കാശിനയന എന്ന ആത്മീയ ഗുരു ജാതിക്കെതിരെ നിലപാടുള്ള ഗുരുവാണ് എന്നതാണ് BJPക്കാരെ പ്രകോപിപ്പിച്ചത്. 2025 ജൂലൈയിൽ ഗഡ്കരിയുടെ സ്വപ്ന പദ്ധതികൾക്കു വേണ്ടി ദേശീയപാത അതോറിറ്റിക്കാർ അഹമ്മദാബാദിൽ ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ചു നീക്കിയത് 7 ക്ഷേത്രങ്ങളാണ്. 2025 ജൂണിൽ ബീഹാറിൽ മൊപ്തി ബസാറിൽ ഹനുമാൻ ക്ഷേത്രത്തിന്റെ മുകളിലൂടെ JCB കയറി ഇറങ്ങി. തങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് BJPക്കാരുടെ വാദം. നമുക്കതങ്ങ് വിശ്വസിക്കാം. ഈ വർഷം പകുതിയോടെ BJP ഭരിക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 90 വർഷം പഴക്കമുള്ള ജൈനക്ഷേത്രം പൊളിച്ചു. ഉള്ളിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബുൾഡോസറുകൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നത്. കർണാടകയിലെ മൈസൂരുവിൽ 2021 ഒരു ഹിന്ദു ക്ഷേത്രം പൊളിച്ചു നീക്കി. നഞ്ചൻകോടിന് സമീപമുള്ള കുച്ചകുനിയിലെ മഹാദേവമ്മ ക്ഷേത്രം സർക്കാർ ഭൂമി കയ്യേറിയെന്നാണ് പറയുന്നത്. 100 ക്ഷേത്രങ്ങൾ പൊളിക്കാനായിരുന്നു പദ്ധതി. വിശ്വാസികൾ എതിർത്തപ്പോൾ തൽക്കാലം നിർത്തിവെച്ചു. സൂറത്തിലെ രാംപീർ ക്ഷേത്രം 2021 സെപ്റ്റംബറിൽ പൊളിച്ചു നീക്കി. ആ സമയത്ത് BJP ആയിരുന്നു സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. രാജസ്ഥാനിലെ ആൽവാരിൽ 300 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം റോഡ് വീതി കൂട്ടാൻ എന്ന പേരിൽ 2022 തകർത്തു കളഞ്ഞു. ആ സമയത്ത് രാജസ്ഥാൻ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. ക്ഷേത്രം തകർത്തതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിനാണെന്ന് പറഞ്ഞ് BJPക്കാർ കലാപം ഉണ്ടാക്കി.
താമസിയാതെ സത്യം പുറത്തു വന്നു. ക്ഷേത്രം നിന്നിരുന്ന രാജ്ഗർ മുനിസിപ്പാലിറ്റി ഭരിച്ചിരുന്നത് BJP തന്നെയാണ്. അവരാണ് ക്ഷേത്രം പൊളിച്ചു നീക്കാൻ ഉത്തരവിട്ടത്. ചാന്ദിനി ചൌക്കിലെ ഹനുമാൻ ക്ഷേത്രം പൊളിച്ചത് 2021-ലാണ്. ക്ഷേത്രം പൊളിച്ചതിന്റെ ഉത്തരവാദിത്തം ആപ്പിന്റെ തലയിലിട്ട് വിവാദം ഒഴിവാക്കാൻ BJP ശ്രമിച്ചുവെങ്കിലും ഏശിയില്ല. രാത്രിയുടെ മറവിൽ BJP ഭരിക്കുന്ന നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനാണ് ക്ഷേത്രം പൊളിച്ചു നീക്കിയത്. 2019 നിർമ്മാണം തുടങ്ങി 2021 ഉദ്ഘാടനം ചെയ്ത വാരണാസിയിലെ വിശ്വനാഥ ക്ഷേത്രവും ഗംഗാ നദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോറിഡോറിന് വേണ്ടി നരേന്ദ്രമോദി 100 കണക്കിന് കെട്ടിടങ്ങൾക്കൊപ്പം ക്ഷേത്രങ്ങളും പൊളിച്ചു നീക്കി. മോദി പൊളിച്ച ശിവലിംഗങ്ങളുടെ കണക്കനുസരിച്ച് 286 വരും. അതിൽ പലതും അഴുക്കുചാലിൽ തള്ളി. വിവാദമായപ്പോൾ തിരിച്ചെടുത്തു. പക്ഷെ കിട്ടിയത് 146 എണ്ണം മാത്രം. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മോഹന്ത് രാജേന്ദ്ര പ്രസാദ് തിവാരി പറഞ്ഞത് ഔറംഗസീബ് പൊളിച്ചെന്ന് RSSകാർ അവകാശപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ നരേന്ദ്രമോദി പൊളിച്ചു നീക്കിയെന്നാണ്. ഇനി ബാബരി മസ്ജിദിലേക്ക് വരാം. ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള വലിയ യന്ത്രങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നരേന്ദ്രമോദി തകർത്തത് 300 വർഷം പഴക്കമുള്ള സീതാ കി റിസോരി, അതായത് സീതയുടെ അടുക്കള. രാമക്ഷേത്രത്തിലേക്കുള്ള വഴി വീതി കൂട്ടാൻ 30ഓളം ക്ഷേത്രങ്ങളാണ് BJP സർക്കാർ തകർത്തത്. അതിൽ ചില പേരുകൾ മാത്രം പറയാം: സാക്ഷി ഗോപാൽ, കോബർ ഭവൻ, രാം രസാന, ആനന്ദ് ഭവൻ, മനസ് ഭവൻ. ഇങ്ങനെ അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം ഇതാണ്: എന്തിനാണ് ക്ഷേത്ര സംരക്ഷകരെന്ന് പേര് കേട്ട പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ക്ഷേത്രങ്ങൾ തകർക്കുന്നത്? അയോധ്യ തന്നെ നോക്കുക. റോഡ് വീതി കൂട്ടിയപ്പോൾ ആ സ്ഥലങ്ങളിൽ മിക്കതും കൈക്കലാക്കിയത് മോദിയുടെ പാർട്ടിക്കാരാണ്. അവരവിടെ മാളും പാർക്കിംഗ് ലോട്ടും റിസോർട്ടും നിർമ്മിക്കുന്നു. സീതയുടെ അടുക്കളയിൽ ഇപ്പോൾ സംഘി മുതലാളിമാരുടെ അടുക്കളയാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പൊളിച്ചു നീക്കി ആ സ്ഥലം കൈക്കലാക്കുക മാത്രമല്ല അവർ ചെയ്യുന്നത്, അതിന്റെ ഉത്തരവാദിത്തം മറ്റിതര പാർട്ടികളുടെയും മതങ്ങളുടെയും തലയിലിടാനും അവർ ശ്രമിക്കുന്നു. RSS മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മാത്രം ശത്രുവല്ല, ബുദ്ധ ജൈന മതവിശ്വാസികളുടെയും ദലിതിന്റെയും പിന്നോക്കക്കാരന്റെയും എല്ലാ ഹിന്ദുക്കളുടെയും ശത്രുവാണ്. നിങ്ങൾ കേടല ഇത്രയും അമ്പലങ്ങൾ തകർത്ത ഈ ചാണക സംഖ്യകളാണ്. എല്ലാ അമ്പലത്തിന്റെയും ഭരണം നമ്മളെ കയ്യിൽ തരണം. അങ്ങനെ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞില്ലേ അമ്പലങ്ങളെല്ലാം ശരിയാക്കി തരുന്ന പറയുന്നത്. അവർ ഈ അമ്പലങ്ങളെല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കട്ടുമുടിച്ചിട്ടാണ് ശരിയാക്കുന്നത്. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേട്ടാ. എന്തിന് അമ്പലത്തിലുള്ള ശിവലിംഗം മൊത്തമുണ്ടല്ല കടലിൽ കൊണ്ടുപോയി കളഞ്ഞി. എന്നിട്ട് ഈ ചാണക സംഖ്യ ഉണ്ടല്ല മുസ്ലിം പള്ളിന്റെ അടിയിലുണ്ടല്ല ശിവലിംഗം തപ്പിക്കൊണ്ട് നടക്കുന്നു. എന്നിട്ട് വേണം ചാണക സംഖ്യ ഉണ്ടല്ല ആ ശിവലിംഗത്തിന്റെ പേരിൽ ആ പള്ളികളൊക്കെ പൊളിക്കാൻ വേണ്ടിട്ട്. അത് മാത്രമാണോ സീതാദേവിയുടെ അടുക്കള എന്ന പേരുള്ള അമ്പലം പൊളിച്ചിട്ട് ചാണക സംഖ്യ ഉണ്ടല്ല ആ അടുക്കളയിൽ നിന്ന് ബീഫും പൊറോട്ടയും പാകം ചെയ്യുന്നു. ഇപ്പോ എന്തിന് അയോധ്യ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിക്ക് വീതി കുറവെന്ന് പറഞ്ഞിട്ട് അതിന്റെ 2 സൈഡിലുള്ള പാവപ്പെട്ട ഹിന്ദുക്കളുണ്ടല്ല ആ ഹിന്ദുക്കളെ മൊത്തം കുടിയൊഴിപ്പിച്ചിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ല ചാണക സംഖ്യകൾ വലിയ വലിയ നേതാക്കന്മാരായ ചാണക സംഖ്യകൾ വാങ്ങിയിട്ട് അവിടെ ഉണ്ടല്ലോ ഇപ്പോ 5 സ്റ്റാർ ഹോട്ടലുകൾ നിർമ്മിച്ചിട്ടാ ഉള്ളത്. എന്നിട്ട് ആ ചാണക സംഖ്യകൾ പറയുന്നത് നമ്മൾ ഹിന്ദുക്കളുടെ അമ്പലത്തിനും ഹിന്ദുക്കൾക്കും വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എന്ന്. അവര് ജീവിക്കുന്നത് ഹിന്ദുക്കളെ പറ്റിക്കാനും ഹിന്ദുക്കളുടെ അമ്പലങ്ങളുണ്ടല്ല അതൊക്കെ കൊള്ളയടിക്കാനാണെന്ന് മാറ്റി വായിക്കാൻ എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോഴെന്തായാലും ഇതുപോലുള്ള ചരിത്രങ്ങളും സത്യങ്ങളും പുറത്തു കൊണ്ടുവന്ന അംബിക ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.